ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ അവരെ മാല കണ്ടിട്ടിരിക്കുന്നു. പിന്നെ മാനസികമായിട്ടും പിന്നെ പിടിക്കുന്നത് മാനസികം എന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. വീട്ടുജോലിക്കാരിയായ ദലിത് യുവതി ബിന്ദുവിനെ മാലമോഷണ കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ പോലീസ് മെനഞ്ഞ നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത്. ഇവിടെ നിന്ന് മോഷണം പോയ മാല പിന്നീട് വീടിന് പിന്നിലെ മാലിന്യക്കൂനയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യക്കൂനയിൽ ഉപേക്ഷിച്ചതാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം നുണക്കഥയാണെന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ വെളിപ്പെടുന്നത്. വീട്ടുടമയായ ഓമന ഡാനിയലിന് മറവി പ്രശ്നമുണ്ട്. കാണാതായ മാല ഇവർ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് മാല പിന്നീട് പോലീസ് കണ്ടെത്തിയതും. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ മെനഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. സംഭവത്തിൽ പേരൂർക്കട SHO ആയിരുന്ന ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത്. വെള്ളം പോലും നൽകാത്ത ആ ഒരു രാത്രിയെ പറ്റി ബിന്ദു വിശദീകരിക്കുന്നത് ഇങ്ങനെ. എല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു പ്രസन्न എന്ന് പറയുന്ന ഒരു സാറാണ്. ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ അതിയായ സന്തോഷമുണ്ടെന്നും തന്റെ നിരപരാധിത്വം തെളിഞ്ഞെന്നും ബിന്ദു പ്രതികരിച്ചു. എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുകയാണ്. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.